ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ശ്രുതിയുടെയും കള്ളത്തരമൊക്കെ പൊളിഞ്ഞു. അത് കഴിഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ശ്രുതിക്കിട്ട് ചന്ദ്രയാണെങ്കിൽ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കുന്ന വരെയുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ ഇടഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതിനൊക്കെ ശേഷം നമ്മുടെ സച്ചിയാണെങ്കിൽ ഓരോ സമയത്തും ഇങ്ങനെ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സച്ചി ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അതും രേവതിയുടെ പേരിൽ തന്നെ ആ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുകയും ചെയ്യുകയാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശ്രുതിയും തമ്മിലൊരു പിണക്കത്തിലാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ശ്രുതി സപ്പോർട്ട് ചെയ്യുന്നുമില്ല. പിന്നെ ചന്ദ്ര പറഞ്ഞിട്ടുണ്ട്, ശ്രുതിയെപ്പോലെ ഒരു അഹങ്കാരിയോട് നീ മിണ്ടാൻ പോകണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞതുകൊണ്ട് ശ്രുതിക്ക് ഭയങ്കര പേടിയാണ് ശ്രുതിയോട് മിണ്ടാൻ. അങ്ങനെ ശ്രുതിയും തമ്മിൽ പിണങ്ങാണ്. അപ്പോൾ അത് പിണക്കത്തിന് വഴി വെച്ച് കൊടുക്കുന്നത് ചന്ദ്രയാണ്. അത് രേവതിയും വർഷയും ചോദ്യം ചെയ്യുന്നുണ്ട് ചന്ദ്രയോട്. രേവതിയും വർഷയും കൂടെ ചോദിക്കുകയാണ്, ആൻറ്റി എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ ശ്രുതി എന്ന് പറയുന്നവരെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അവരുടെ കയ്യിലും തെറ്റൊക്കെ ഉണ്ട്. പക്ഷേ ആൻറ്റിയുടെ മോൻ ശ്രുതിക്കും ഇതിൽ പങ്കില്ലേ എന്ന് ചോദിക്കുക വർഷ. അപ്പോൾ അത് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട്, മറ്റുള്ളവരാരും എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരണ്ട. എൻ്റെ മരുമോള് ശ്രുതി ചെയ്തത് തെറ്റ് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് അവളെ അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് പറയാണ്. അതിൻ്റെ ഇടയ്ക്ക് വർഷയുടെ അമ്മ ശ്രുതിയെ വിളിച്ചിട്ട് ചോദിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പേരിലും ചന്ദ്ര ശ്രുതിയെ ചീത്ത പറയാണ്. അങ്ങനെ ആകെ മൊത്തം ഏത് സമയവും ശ്രുതിയോട് ദേഷ്യത്തിൽ തന്നെ ഇരിക്കുക. ചന്ദ്ര പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറയാം. മൂത്തവരെ ബഹുമാനിച്ചൊക്കെ ജീവിക്കണം. അതുകൊണ്ട് മഹിമ ചോദിച്ച ഒരു തെറ്റായിട്ടൊന്നും നീ കാണാൻ നിൽക്കണ്ടെന്ന് ചന്ദ്ര പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അവരെൻ്റെ കാര്യത്തിൽ ഇടപെട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചത് തെറ്റ് തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, തെറ്റാണേലും ശരിയാണേലും അവർക്ക് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അവസ്ഥ ഉണ്ട്. നീ ഒരു പെരുങ്കള്ളിയല്ലേ? നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് പണം അയച്ചു തന്നിട്ടാണ് നിങ്ങൾ കട തുടങ്ങിയെന്ന് പറഞ്ഞത് പെരുങ്കള്ളത്തരല്ലേ? എന്നിട്ട് എൻ്റെ നേരെ നിന്ന് മിണ്ടാനായിട്ട് നീ നിൽക്കരുത്, നീ മഹാകള്ളി തന്നെയാണെന്ന് പറയാണ്. അങ്ങനെ ആകെ വിഷമിച്ച് വെഷ്പ്രാളപ്പെട്ട് ഇരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അതേസമയം ശ്രുതിയാണെങ്കിൽ ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് സച്ചി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. സച്ചി രവിയായിട്ടാണ് പോകുന്നത്. എന്നിട്ട് പറയുകയാണ് ശ്രുതിയോട്, ശ്രുതി നീ ഇനി ഇവിടെ ഇപ്പം ഷോപ്പിലെ MD കസേരയിലോ മാനേജർ കസേരയിലോ ഒന്നും ഇരിക്കാൻ നിൽക്കണ്ട. ഈ ഷോപ്പിൻ്റെ MD കസേരയിൽ അച്ഛനിരിക്കും ഇനി മുതലെന്ന് പറയാം. അപ്പോൾ ശ്രുതി ചോദിക്കുക, അച്ഛനോ? അതെന്താ അച്ഛൻ ഇരിക്കുന്നത്? ഞാനും ശ്രുതിയും കൂടിയല്ലേ ഷോപ്പ് തുടങ്ങിയത്, ഞങ്ങൾക്കല്ലേ ഇവിടെ ഇതിന് അവകാശമുള്ളത്. അച്ഛൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അച്ഛൻ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയുമോ ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛനൊന്നും അറിയാൻ പാടില്ലെങ്കിലും അച്ഛൻ്റെ പണം കൊണ്ടല്ലേടാ നീ ഇത് തുടങ്ങിയത്, കള്ളത്തരം പറഞ്ഞിട്ട്. അങ്ങനെയുള്ളപ്പം ഇനി തൊട്ട് ഷോപ്പിൽ മാനേജറായിട്ട് അച്ഛൻ ഇരുന്നോളും, നീ വേണമെങ്കിൽ ഇവിടുത്തെ ഒരു ജോലിക്കാരനായിട്ട് നിന്നോ, അത്രയും മതി എന്ന് പറയാം. അപ്പോൾ ശ്രുതി പിന്നെയും സമ്മതിക്കുന്നില്ല. ശ്രുതി പറയാ, സച്ചി നീ അങ്ങനെ പറയരുതെന്ന് പറയാണ്. ഞാനല്ലേ ഇത്രയും നാളും ഇവിടെ മുതലാളിയായിട്ട് ഇരുന്നത്, ഇനി ഇവിടുന്ന് മാറി ഇങ്ങനെ അച്ഛനെ ഇരുത്തി കഴിയുമ്പം ഇവിടുത്തെ സ്റ്റാഫ് എന്ത് വിചാരിക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സ്റ്റാഫ് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, അച്ഛൻ്റെ പണം കൊണ്ട് തുടങ്ങിയ കടയായത്, അച്ഛൻ തന്നെ ഇവിടെ ഇരിക്കും. നീ കള്ളത്തരം പറഞ്ഞില്ലേ ഇത് തുടങ്ങിയത്? പണം കിട്ടിയിട്ട് നീ വീട്ടിൽ അറിയിച്ചോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പം ആള് കളിച്ച് ഇവിടെ ഇരിക്കണ്ട. നിന്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചെന്ന പണം കൊണ്ട് തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്? രണ്ടും കൂടി എന്തുമാത്രം കള്ളത്തരങ്ങളാണ് പറഞ്ഞൊപ്പിച്ചത്. അപ്പം ഇനി നിന്റെ സ്ഥാനത്ത് അച്ഛൻ തന്നെ അങ്ങ് ഇരിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ ഗതികെട്ട് ശ്രുതിക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനിലായിട്ട് ശ്രുതി വിളിക്കുകയാണ് ചന്ദ്രയെ. എന്നിട്ട് പറയാം, അമ്മേ ഇവിടെ ആകെ മൊത്തം പ്രശ്നമാണ്. ഞാൻ ഈ മാനേജർ കസേരയിൽ ഇരിക്കുന്നത് തടഞ്ഞിട്ട് ഇപ്പം അച്ഛനെ കൊണ്ട് ഇവിടെ ഇരുത്തിയിരിക്കുക സച്ചി. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, അച്ഛനെയോ? അച്ഛൻ എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? അച്ഛൻ അവിടെ ഇരുന്നിട്ട് എന്ത് കാണിക്കാനാ? അപ്പോൾ ശ്രുതി പറയാം, അതെന്താണെന്ന് അറിയില്ല, സച്ചി പറഞ്ഞു അച്ഛൻ്റെ പണം കൊണ്ട് തുടങ്ങിയ കടയായത് കാരണം മാനേജർ കസേരയിൽ അച്ഛൻ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ചന്ദ്ര പറയാം, അതും ഒരു കണക്കിന് നേര് തന്നെയാ, നീ നിൻ്റെ ഭാര്യയെ കൂടി ഞങ്ങളെയെല്ലാം നല്ലവണ്ണം അങ്ങ് പറ്റിച്ചില്ലേ, അപ്പോൾ പിന്നെ രവിയേട്ടൻ തന്നെ അവിടെ അങ്ങ് ഇരിക്കട്ടെ എന്ന് ചന്ദ്ര പറയാം. അപ്പോൾ ശ്രുതി പറയാം, അതിലൊന്നും അല്ല പ്രശ്നം, ഇത്രയും നാൾ ഞാനിവിടെ മാനേജർ കസേരയിൽ ഇരുന്നിട്ട് ഇപ്പം അച്ഛൻ വന്ന് ഇവിടെ ഇരുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പം ഞാൻ ഇവിടുത്തെ വെറും ഒരു സ്റ്റാഫായിട്ട് നിൽക്കുമ്പോഴേക്കും എന്താ വിചാരിക്കുക ഇവിടുത്തെ സ്റ്റാഫൊക്കെ? അവരൊക്കെ ഇപ്പം അടക്കം പറയാനും കളിക്ക് ചിരിക്കാനും ഒക്കെ തുടങ്ങിയമ്മേ. എല്ലാവരുടെയും മുമ്പിൽ ആ സച്ചി എന്നെ നാണം കെടുത്തി.
അപ്പോൾ ചന്ദ്ര പറയാ സാരയില്ല, നാണം കെട്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ ചെയ്തു കൂട്ടിയതിൻ്റെ അല്ലേ, നീ നിന്റെ ഭാര്യയുടെ ഉപദേശം കേട്ട് ചെയ്തതിൻ്റെ ഫലവാ. അതിപ്പോൾ അനുഭവിക്കുകയല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് ചന്ദ്ര ഫോൺ കട്ട് ചെയ്യുക. എന്നിട്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം കാരണം ശ്രുതിയാണല്ലോ, അവൾ കാരണമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുക ചന്ദ്ര. പേടിച്ച് വിറച്ച് അവിടെ നിൽക്കുക കേട്ടോ ശ്രുതി ചോദിക്കുന്നുണ്ട്, ദേ എടി ശ്രുതി എന്ന് വിളിക്കുക ചന്ദ്ര. അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്താ അമ്മേ, എന്താ ആൻറ്റി എന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, അത് നീ ഓരോ പണി ഒപ്പിച്ച് വെച്ച കാരണം എൻ്റെ കുഞ്ഞാ അവിടെ കിടന്ന് വിഷമിക്കുന്നേ. അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കുക, എന്താ ഉണ്ടായമ്മേ, എന്താ കാര്യം, അതെന്താ കാര്യമെന്നോ, ആ സച്ചിയില്ലേ, അവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എൻ്റെ ശ്രുതിയെ നാണം കെടുത്തി. അവനെ ആ കടയിലെ ഒരു വെറും സ്റ്റാഫാക്കി തരം താഴ്ത്തി. അപ്പോൾ ശ്രുതി ചോദിക്കുക, കടയിലെ സ്റ്റാഫാക്കിയോ? കടയിലെ മാനേജറല്ലായിരുന്നോ ശ്രുതി? MDയും അല്ലായിരുന്നോ? അങ്ങനെയുള്ള ശ്രുതിയുടെ ഉടമസ്ഥതയിലുള്ള കടയിൽ ശ്രുതി എങ്ങനെയാണ് ഒരു സ്റ്റാഫായിട്ട് മാറുന്നത്? അപ്പോൾ ചന്ദ്ര പറയാ, അതേ ഇവിടുന്ന് രവിയേട്ടനെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അച്ഛൻ്റെ പണം കൊണ്ട് തുടങ്ങിയ കടയല്ലേ, അതുകൊണ്ട് അച്ഛൻ അവിടെ ഇരിക്കട്ടെ എന്ന് സച്ചി പറഞ്ഞു. ഇതെല്ലാം സ്റ്റാഫെല്ലാം കേട്ടു. ശ്രുതിക്ക് ആകെ പാടെ നാണക്കേടായി. അവൻ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു, എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയാ. നീ കാരണം എൻ്റെ കുഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടിങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അവനത് സംഭവിക്കില്ലായിരുന്നു. അവൻ ആ സത്യം വീട്ടിൽ പറഞ്ഞേനെ. നീ പറഞ്ഞിട്ടല്ലേടി നിൻ്റെ അച്ഛൻ തന്ന പണമാണെന്ന്. അപ്പോൾ ഉടനെ ശ്രുതി പറയും, അമ്മേ ആൻറ്റി എന്നെ എങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്താതെ, ഞാൻ അങ്ങനെ ഒരുപാട് തെറ്റൊന്നും ചെയ്തില്ല. ആ നിമിഷത്തിൽ ആ പണം ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അതെല്ലാവർക്കും കൂടെ വീതം വെച്ച് കൊടുക്കേണ്ടി വരില്ലായിരുന്നോ? ആ സാച്ചിയും രേവതിയൊക്കെ ആ പണം കൊണ്ടുപോയി റൂം കെട്ടി താമസിച്ചേനെ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കട തുടങ്ങാനുള്ള പണം കിട്ടുമോ? കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശ്രുതിയോട് പറഞ്ഞു കൊടുത്തത്, അങ്ങനെ മതി, നമുക്കിപ്പോൾ തൽക്കാലം ആ പണം എടുത്ത് കട തുടങ്ങാമെന്നും ലാഭം കിട്ടുമ്പോൾ ആ പണം തിരിച്ച് അച്ഛന് കൊടുക്കാമെന്നും ഒക്കെ. അത് ഇത്രയും വലിയൊരു തെറ്റായി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം. അപ്പം ചന്ദ്ര പറയാം, ആ ശരി, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും രവിയേട്ടൻ കടയിലിരിക്കട്ടെ, ശ്രുതി കാര്യങ്ങളൊക്കെ നോക്കി നടത്തട്ടെ എന്ന് പറയുക. എന്നിട്ട് ചന്ദ്ര ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ രേവതിയെ കാണുകയാണ്. അപ്പം രേവതിയോട് ചോദിക്കുക, എടി രേവതി, നീ എന്ത് ശ്രദ്ധിച്ച് നിൽക്കുമായിരുന്നു? ഞാനും ശ്രുതിയും കൂടെ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഒളിച്ച് നിൽക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. നിങ്ങൾ എന്ത് സംസാരിക്കുന്നത് കേൾക്കാനാണ് ഞാൻ ഒളിച്ച് നിൽക്കേണ്ടത്? എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം. നിനക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശ്രുതിയെ എല്ലാവരുടെയും മുമ്പിൽ ആ സച്ചി നാണം കെടുത്തി. ഇപ്പോൾ അവനെന്താ കുഴപ്പം? അവന് 2 കാറ്, നിനക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഓർഡറുകൾ കിട്ടുന്നു. എൻ്റെ ശ്രുതിയെ മാത്രം നാണം കെടുത്തിയെന്ന് പറയാം. അപ്പം രേവതി പറയാം, അതെ ശ്രുതി ചെയ്തതിൻ്റെ ഫലം തന്നെയാണ് ശ്രുതി അനുഭവിക്കുന്നത്. അച്ഛൻ്റെ പണം കട്ടെടുത്തത് ശ്രുതി തന്നെയല്ലേ, എന്നിട്ട് എൻ്റെ നേരെ മെക്കിട്ട് കയറാൻ മാത്രം അറിയാമല്ലോ അമ്മയ്ക്കെന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയും, ഇപ്പം നിൻ്റെ നാക്കങ്ങ് വളർന്നു പോയല്ലോടി, എല്ലാവരും കൂടി അങ്ങ് ഒന്നിച്ച് ചേർന്ന് എന്നെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കുകയാണല്ലേ എന്ന് പറയാണ്. എന്നിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ ചന്ദ്ര. അപ്പോൾ സച്ചി വരികയാണ്. സച്ചി വന്നിട്ട് ചോദിക്കുക, എന്താ രേവതി, എന്താ അമ്മ പറഞ്ഞേ? അമ്മ എന്താ പറഞ്ഞതെന്ന് സച്ചി എന്നെ അറിയില്ലേ? അമ്മ എപ്പോഴും എന്നോട് എന്താ പറയാറ്? ഏത് സമയവും അമ്മ എന്നെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്യാറുള്ളൂ. ഇപ്പം അമ്മയുടെ വായിൽ നിന്ന് 4 വർത്തമാനം കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല എന്നുള്ള അവസ്ഥയായി. എപ്പോഴും അമ്മയുടെ വായിൽ നിന്ന് വഴക്ക് കേട്ടെങ്കിൽ മാത്രമേ ഒരു സുഖമുള്ളൂ, ഇല്ലെങ്കിൽ ഒരു സുഖവും സമാധാനവും ഒന്നും ഇല്ലാത്ത പോലെയാണ് സച്ചിയേട്ടാന്ന് പറയാം. അത് കൊള്ളാം. ഏതായാലും ഇത്രയും നാൾ നിന്നെ മാത്രമേ ഉള്ളായിരുന്നു അമ്മ ചീത്ത പറയുന്നുള്ളായിരുന്നു. ഇപ്പം ദേ തുടങ്ങിയിട്ടുണ്ട്. ശ്രുതിയെ നല്ല ചീത്ത പറയുന്നുണ്ട്. ശ്രുതിയോട് അമ്മയ്ക്ക് നല്ല ദേഷ്യമാണ്. പോരാത്തതിന് കാരണത്തിന് ഒരെണ്ണം പൊട്ടിക്കുകയും കൂടെ ചെയ്തു. ഇനിയിപ്പം വർഷയും കൂടെ അമ്മ ചീത്ത പറഞ്ഞാൽ മതി. വർഷയുടെ നേരെയും കൂടെ അമ്മ തിരിയാണെ പിന്നെ ദേ നിനക്ക് ഒറ്റയ്ക്ക് ഈ ചീത്ത മുഴുവൻ കേൾക്കേണ്ടി വരികയല്ല. 3 പേർക്കും കൂടെ അമ്മയുടെ വായിലിരിക്കുന്നത് വീതം വെച്ചങ്ങ് കേൾക്കാം. അങ്ങനെ നിങ്ങൾ 3 പേരും കൂട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അമ്മയെ തുരത്തുകയും ചെയ്യാമെന്ന് പറയാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ ചന്ദ്ര അവിടെ ഒന്ന് കേൾക്കുക. ചന്ദ്ര ആകെപ്പാടെ ടെൻഷൻ അടിച്ചു പോവുക. ദൈവമേ, ഇവളുമാർ 3 കൂടെ ഒറ്റക്കെട്ടാവോ? ഇത്രയും നാളും ഞാൻ രേവതിയെ മാത്രമേ കുറ്റപ്പെടുത്താറുള്ളൂ. ഇപ്പം ശ്രുതിയും കുറ്റം പറയുന്നുണ്ട്. ഇനി വർഷയും കൂടെ എനിക്കെതിരെ തിരിഞ്ഞു തന്നാൽ, അല്ലെങ്കിലും വർഷ എനിക്കെതിരെ തന്നെയാണ്. ഇവളുമാർ 3 കൂടെ ഒന്നിച്ചാൽ എനിക്ക് പിന്നെ ഒരു ബലവും ഇല്ല. അതുകൊണ്ട് ആ ശ്രുതിയൊക്കെ കൂടെ തന്നെ നിർത്തുന്നത് നല്ലത്, എല്ലാവരെയും ഒരുമിച്ച് പിണക്കാതിരിക്കുന്നത് നല്ലത് എന്നൊക്കെ ചന്ദ്രയും ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം സച്ചി പറയുന്നുണ്ട് രേവതിയോട്, രേവതി ഞാനിന്ന് കടയിൽ പോയി അച്ഛനെ കടയിൽ ഇരുത്തിയെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതേതായാലും നന്നായി സച്ചിയേട്ടാന്ന് പറയാം. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛൻ്റെ പണം അടിച്ചുകൊണ്ട് പോയവനെ കണ്ടെത്താതിരിക്കാൻ പറ്റില്ലല്ലോ. സുധീയുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയ അയാളെ നമുക്ക് കണ്ടെത്തണം എങ്ങനെയെങ്കിലും. അയാളെക്കുറിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അയാളുടെ ബന്ധുവും അയാളുടെ വീട്ടിൽ എപ്പോഴും വരുന്ന ഒരു സിനിമാ നടനുണ്ട്. അയാളെക്കുറിച്ചിട്ട് ഒരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം രേവതിയോട്.
അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആഹാ എങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളോട് അന്വേഷിച്ചാൽ മറ്റേ ആ തട്ടിപ്പുകാരനെ കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, അങ്ങനെ പെട്ടെന്നൊന്നും ചെന്ന് അന്വേഷിച്ചാൽ ആ സിനിമാ നടനെ കുറിച്ചോ മറ്റേ ആ തട്ടിപ്പുകാരനെ കുറിച്ചോ ഒന്നും അറിയാൻ പറ്റില്ല. എന്തായാലും ആ സിനിമാ നടനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അയാളുടെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നതെന്നും ആരൊക്കെയാണ് വരുന്നതെന്നും എന്തൊക്കെയാണ് കാര്യങ്ങളെന്നും ഒക്കെ അറിയണം. അതിന് രേവതിയെ ഞാൻ പറയുക കേട്ടോ എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയി അന്വേഷിക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ രേവതി തന്നെ ചെല്ലണം. രേവതി ആ വീട്ടിൽ പൂവിന് ഓർഡർ എടുക്കാൻ പോകുന്ന പോലെ ചെല്ലണം. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും വിവരങ്ങളും അറിയണം. പൂവിന് ഓർഡർ ചോദിച്ചിട്ട് വരണം. അങ്ങനെ ദിവസവും അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ അറിയണം. ആ തട്ടിപ്പുകാരൻ അവിടെ വരുന്നുണ്ടോന്നും അത് ഇവരുടെ ബന്ധുവാണോന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ രേവതി തന്നെയാണ് നല്ലതെന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ എനിക്കതൊന്നും പറ്റില്ല. ഒന്നാമത് എൻ്റെ മുട്ട് വിറയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയാൽ. ഞാൻ എങ്ങനെയാണ് ആ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അറിയുന്നത്? അതിനുള്ള കഴിവൊന്നും എനിക്കില്ല സച്ചിയേട്ടാ എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നീ വിചാരിച്ചാൽ അത് നടക്കും. നീ ആ വീട്ടിൽ ചെന്ന് തഞ്ചത്തിനൊക്കെ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അങ്ങനെ രേവതി ഒരു വിധത്തിൽ അത് സമ്മതിക്കുക കേട്ടോ, ചെന്ന് അന്വേഷിക്കാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേവതിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ട് കേട്ടോ. അവർ ഏത് സമയവും രേവതിക്ക് ഏതെങ്കിലും ഓർഡർ കിട്ടിയാൽ അത് തട്ടിയെടുക്കാനുള്ള മാർഗവും തട്ടിത്തെറിപ്പിക്കാനുള്ള മാർഗവും നോക്കി നടക്കുന്ന ഒരു അസൂയ പിടിച്ച സ്ത്രീയാണേ. അങ്ങനെ രേവതി ഈ സിനിമാ നടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ സ്ത്രീയും അവിടെ വന്നിട്ടുണ്ട്. ആ സിനിമാ നടൻ്റെ വീട്ടിൽ അടുത്ത ആഴ്ച ഒരു വിവാഹമൊക്കെ നടക്കാൻ പോവാണ്. അപ്പോൾ ആ വിവാഹം നടക്കുന്നതിൻ്റെ ഓർഡർ മുഴുവൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് സ്ത്രീ വന്ന് അകത്ത് കയറി സംസാരിച്ച് ഏകദേശം ഓർഡറൊക്കെ പിടിച്ചിട്ട് ഇറങ്ങുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് വന്ന് കയറുന്നത്. രേവതി വന്ന് കയറുമ്പം രേവതി അകത്തേക്ക് പോകുന്ന അവരിങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, എവിടെ എന്തുണ്ടെങ്കിലും ഇവള് വന്നോളും. ഞാൻ എന്തെങ്കിലും ഒരു ഓർഡർ പിടിക്കാൻ വരുമ്പം അതെല്ലാം ഇവള് വന്ന് പിടിക്കുകയും ചെയ്യും. എന്ത് ചെയ്യാനാ, നാശം പിടിക്കാൻ. ഇവളെ അവിടെ നിറക്കി വിടണമല്ലോ എങ്ങനെയെങ്കിലും എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിൽക്കുമ്പോഴേക്കും രേവതി അകത്തേക്ക് കയറി ഇതൊന്നും അറിയാൻ മേലാതെ ചെന്നിട്ട് അവിടെ ചെന്ന് അവരോട് സംസാരിക്കുക. അപ്പോൾ അവർ നല്ല രീതിയിൽ രേവതിയെ സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം രേവതി പറയാണ്, ഞാനിങ്ങനെ മാലയൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് വേണ്ട മാലയുടെ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നാൽ അത് ഞാൻ സമയത്തിന് നല്ല വൃത്തിയായിട്ട് ചെയ്തു തരാമെന്നൊക്കെ പറയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് കൊള്ളാലോ, നന്നായിട്ട് ചെയ്യുമല്ലോ നിങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടും വേണ്ടെന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് മാലയുടെ ഓർഡർ ഉണ്ട്, അങ്ങനെ ദിവസവും വേണ്ടി വരും, അപ്പോൾ അതൊക്കെ കൊണ്ട് തരണം എന്ന് പറയണേ. അപ്പോൾ ശരി അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പരിസരമൊക്കെ നിരീക്ഷിച്ച് കാര്യങ്ങൾ അത്യാവശ്യമൊക്കെ തിരക്കിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ് രേവതി. അപ്പോഴാണ് കേട്ടോ ഈ സ്ത്രീ അവിടെ നിൽക്കുന്നത്. ഈ സ്ത്രീ രേവതിയെ കാണുമ്പോൾ ചാടി വീഴുക. എന്നിട്ട് പറയാം, രേവതി നിൽക്കടി, നീ ഇവിടെയും വന്നോ? നീ ഇവിടെയും മണത്തറിഞ്ഞ് കല്യാണം ഉണ്ടെന്നല്ലേ? ഞാനിവിടെ കല്യാണത്തിൻ്റെ ഓർഡർ പിടിച്ചിട്ട് ഇറങ്ങി വന്നതാ. അത് നീ തട്ടിയെടുക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നല്ല, ആഹാ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. ഞാനിവിടെ ഉണ്ടടി, ഞാൻ എവിടെ പോയാലും ആ പുറകെ നീ ഉണ്ടാവുമല്ലോ. അപ്പോൾ രേവതി പറയാം, ഞാൻ പോകുന്ന പുറകെയല്ലേ നിങ്ങൾ വരുന്നത്? എൻ്റെ ഓർഡറുകളെല്ലാം തട്ടിയെടുക്കാനും തട്ടിത്തെറിപ്പിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ നടക്കുകയല്ലേ? എന്നിട്ട് എന്നെ കുറ്റം പറയുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇവിടെ കല്യാണം അടുത്ത ആഴ്ച ഉണ്ടെന്ന് നീ അറിഞ്ഞല്ലേ? അതിൻ്റെ ഓർഡർ തട്ടാൻ വന്നായിരിക്കും. അപ്പോൾ രേവതി ചോദിക്കുക, ഈ വീട്ടിൽ കല്യാണം ഉണ്ടോ അടുത്ത ആഴ്ച? അത് കൊള്ളാലോ, അതൊരു പുതിയ അറിവായല്ലോ. ശരി ഞാൻ ഇപ്പം വരാവേ എന്ന് പറഞ്ഞ് രേവതി ആ വീടിൻ്റെ അകത്തേക്ക് കയറി പോവാം. എന്നിട്ട് അവിടെ ചെന്ന് അവരോട് സംസാരിക്കാണ് കേട്ടോ, കല്യാണത്തിൻ്റെ ഓർഡറിനെ കുറിച്ചിട്ടൊക്കെ മാലയുടെയും ബൊക്കയുടെയും ഒക്കെ ഓർഡർ ചോദിക്കുക. അപ്പം മറ്റവർ വന്നിങ്ങനെ ഓർഡറൊക്കെ ചോദിച്ചു പോയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അവരെക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഞാൻ ചെയ്തു തരാമെന്ന് രേവതി സമ്മതിക്കുകയാണ്. അങ്ങനെ ആ ഓർഡർ മുഴുവൻ രേവതി അങ്ങ് പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ അവരവിടെ നിൽക്കുക. എന്നിട്ട് ചോദിക്കുക, എന്തിനാണ് ഇനി കയറിപ്പോയത്? ഓർഡർ പിടിക്കാൻ പോയതാണോ? ഞാനതൊക്കെ പിടിച്ചെന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, നിങ്ങളിവിടെ കല്യാണം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത് ഒരു വലിയ കാര്യമായി, ഒരു പുതിയ അറിവായി. അതുകൊണ്ടേ ആ കല്യാണത്തിൻ്റെ ഓർഡർ മുഴുവൻ ഞാനങ്ങ് പിടിച്ചെടുത്ത് നിങ്ങൾക്ക് തന്ന ഓർഡർ അവർ മറിച്ച് എനിക്ക് തരുകയും ചെയ്തെന്ന് പറയാം. അപ്പോൾ അവർ പറയാം, അതെങ്ങനെ സാധിക്കും? അതൊന്നും സാധിക്കില്ലെന്ന് പറയാം. രേവതി പറയുകയാണേ, അവർ അതിലും കുറഞ്ഞ ഇതിന് എനിക്ക് തന്നു, അതുകൊണ്ടാണെന്ന് പറയാം. പിന്നെ രേവതി തിരിച്ചെത്തുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി പോയിട്ട് എന്തായി, വല്ല വിവരം കിട്ടിയോ ആ സിനിമാ നടനെ കുറിച്ച്? അപ്പോൾ രേവതി പറയാം, അങ്ങനെ ആ സിനിമാ നടനെ കുറിച്ചിട്ട് ഒരു വിവരം കിട്ടിയൊന്നുമില്ല, പക്ഷേ ആ വീട്ടിൽ അടുത്ത ആഴ്ച ഒരു കല്യാണമുണ്ട്, അതിൻ്റെ ഓർഡർ എനിക്ക് കിട്ടിയെന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, ചെല്ലുന്നിടത്തെല്ലാം ഓർഡർ പിടിക്കുമല്ലോ നീ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാം, അതെങ്ങനെയാണ് സച്ചിയേട്ടാ, അവരുണ്ടായിരുന്നു ആ സ്ത്രീ, അവരെന്നെ ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചു, അതുകൊണ്ട് ഞാനങ്ങ് കയറി ഓർഡർ പിടിച്ചതേ ഉള്ളൂ, അല്ലാതെ വേറെ വിവരങ്ങളൊന്നും അയാളെക്കുറിച്ച് കിട്ടിയില്ലെന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാം, അത് സച്ചിയേട്ടാ, അവരത്ര മോശം ആൾക്കാരൊന്നും അല്ല, ആ സിനിമാ നടൻ്റെ വീട്ടുകാർ നല്ലപോലെ പെരുമാറുന്ന ആൾക്കാരാണ്. ഞാൻ ചെന്നിട്ട് അവർ നല്ല രീതിയിൽ തന്നെ എന്നോട് പെരുമാറിയത്, നല്ല മനുഷ്യത്വമുള്ള ആളുകളാണ്, അല്ലാതെ മോശം ആൾക്കാരൊന്നും ആണെന്ന് തോന്നുന്നില്ല. ഇനി ആ കള്ളത്തരം കാണിച്ച അയാൾ എന്തെങ്കിലും
മോശം പ്രവൃത്തിയുള്ള ആളാണോ ഇവരുടെ ബന്ധുവാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് പറയാം. അപ്പം സച്ചി പറയാ സാരില്ല, ഇനിയും നീ ഇടയ്ക്ക് പോകുമ്പം അതൊക്കെ ഒന്ന് അന്വേഷിച്ച് പെറുക്കി വച്ചാൽ മതി എന്ന് പറയാണ് കേട്ടോ. രേവതി പറയുന്നുണ്ട് ശരി അങ്ങനെ ആവട്ടെ എന്ന് പറയാം. അങ്ങനെ രേവതി വീട്ടിലേക്ക് ചെന്ന് കയറുമ്പം ചന്ദ്ര ചോദിക്കുക, എവിടെയൊക്കെ കറങ്ങിയിട്ട് വരിക? ഇപ്പം ഈ വീട്ടിൽ എല്ലാവർക്കും നല്ല ലൈസൻസ് ആണല്ലോ, ഇഷ്ടം പോലെ വേണമെങ്കിൽ കറങ്ങാമല്ലോ, ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലല്ലോ എന്ന് പറയാം. അപ്പോൾ രേവതി പറയേ എന്തിനാ അമ്മ ഇപ്പം ഞാൻ വന്ന് കയറി കഴിയുമ്പോഴേ അമ്മ ഈ ബഹളം വയ്ക്കുന്നത്? ഞാൻ എവിടെ പോകുന്നതെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ, ഞാൻ മാല കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നതാന്ന്. പിന്നെ എന്തിനാ അമ്മ ഇപ്പം ഈ കിടന്ന് ബഹളം വയ്ക്കുന്നത്? അല്ല, ഇവിടെ വീട്ടിലെ ഒരു കാര്യം ചെയ്യാൻ ഇവിടെ ഒരുത്തികളും ഇല്ലല്ലോ, 3 മരുമക്കളുള്ള വീടാ, പക്ഷേ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. ഒരുത്തിയാണ്ട് മുറി കയറിയിരിക്കുന്നു കള്ളത്തരം പറഞ്ഞിട്ട്, അവളുടെ അച്ഛൻ മലേഷ്യ അയച്ചു തന്നാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രേവതി പറയാ ശ്രുതിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അമ്മ അവിടെ തീർക്കണം, അല്ലാതെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരുടെയും പണമൊന്നും മോഷ്ടിച്ചെടുത്തിട്ടില്ല, ഞാൻ സച്ചിയേട്ടനും അധ്വാനിച്ച് മാത്രമേ ജീവിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പം ഞങ്ങളെ ഭരിക്കാനൊന്നും അമ്മ വരണ്ടാന്ന് പറയാം. എന്താടി നീ പറഞ്ഞത്? ഇത്രയ്ക്കൊക്കെ നീ എന്നോട് പറയാറായോടി? നിനക്ക് എൻ്റെ നേരെ നിന്ന് സംസാരിക്കാൻ ഇപ്പം നാക്കിനൊക്കെ നീളം കൂടിയല്ലേ? അതാണ് ഇപ്പം ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി, നിങ്ങൾ 3 പേരും ഒന്നിച്ച് എന്നെ തകർക്കാൻ വരുമല്ലേ? അപ്പോൾ രേവതി പറയും എന്താ അമ്മ ഈ പറയുന്നത്? ഞങ്ങൾ 3 പേരും ഒന്നിച്ച് അമ്മയെ തകർക്കാൻ വരുമെന്നോ? എന്തൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകളാണ് അമ്മയുടെ മനസ്സിൽ വരുന്നത്? ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. സച്ചിയേട്ടനാണേലും ഇപ്പോൾ ഒരു വണ്ടി കൂടി എടുത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് സച്ചിയേട്ടൻ ഓട്ടോ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് സച്ചിയേട്ടൻ ഓട്ടത്തിന് പോകുന്നു. എനിക്കാണെങ്കിലും ഇപ്പം കുറച്ച് പൂവിൻ്റെ ഓർഡറൊക്കെ കൂടുതലുണ്ട്, കുറച്ച് കല്യാണങ്ങൾക്കും ഫ്ലവർ ഡെക്കറേഷൻസും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുക. ഇങ്ങനെ ചുമ്മാ നിന്ന് സംസാരിക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് വേറെ ഒരു 100 കൂട്ടം പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് കയറി പോകുമ്പോൾ ചന്ദ്ര ഇങ്ങനെ മനസ്സിലാലോചിക്കുക, നാശം പിടിക്കാൻ ഇവളൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോയല്ലോ. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടന്ന് നമുക്ക് മാലകെട്ടായിരുന്നു. ഇപ്പം അത് മാറിയിട്ട് ഫ്ലവർ ഡെക്കറേഷൻ ഓർഡറും ലക്ഷക്കണക്കിന് രൂപയുടെ ഓർഡറൊക്കെ ഇവൾ വരുത്തിക്കുന്നത്. എന്തായാലും അതിൻ്റെ അഹങ്കാരമുണ്ട് രണ്ടിനും. സച്ചിയാണേലും അവൻ ഒരു വണ്ടി കൂടി എടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയ്ക്ക് അങ്ങ് കുശുമ്പ് കയറുകയാണ് കേട്ടോ. എന്നാൽ സച്ചിയും രേവതി അടിക്കടി ഇങ്ങനെ വെച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യം ഓർത്തിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സച്ചി ഒരു ഓട്ടം കഴിഞ്ഞിട്ട് വരികയാണ്. വരുമ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷ് ഉണ്ട് കേട്ടോ ഓട്ടോ സ്റ്റാൻഡിൽ. അപ്പോൾ ആ മഹേഷിൻ്റെ അടുത്തേക്ക് ചെന്നിച്ച് സച്ചി ചോദിക്കുക, എന്താ മഹേഷ് നീ ഇങ്ങനെ നിൽക്കുന്നത്, നിനക്കിന്ന് ഓട്ടോ ഒന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ മഹേഷ് പറയാം ഓട്ടോ ഒക്കെ മഹാ കുറവല്ലേ സച്ചി, നമ്മൾ 2 പേരും ഓട്ടത്തിനൊക്കെ പോകുന്നുണ്ട്, എന്നാൽ ആ ഒരു വരുമാനം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? നിനക്കിപ്പോൾ 2 വണ്ടി ഉള്ളത് കൊണ്ട് കുറച്ചധികം ഓട്ടോ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഓട്ടോ ഒക്കെ തീരെ കുറവാണ്, വേറെ എന്തെങ്കിലും ഒരു മാർഗം കൂടി നോക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുക എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം എന്നാൽ നീ പറ എന്ത് മാർഗ്ഗം നോക്കുന്നത്, നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ ചെയ്യാൻ, നീ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയാം അതെ നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ അങ്ങ് തുടങ്ങിയാലോ, നമുക്ക് 2 പേർക്കും ചേർന്ന് അതങ്ങ് തുടങ്ങാമെന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം അത് കൊള്ളാമല്ലോ, നല്ല ഐഡിയ ആയ, എനിക്ക് നല്ല താല്പര്യമുണ്ട് കേട്ടോ, നല്ല ജോലിയല്ലേ അത്. ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സമയം കിട്ടുമ്പം ഡ്രൈവിംഗ് സ്കൂളും കൂടെ തുടങ്ങിയാൽ നമുക്ക് 2 പേർ കൂടെ അത് ചെയ്യാമല്ലോ എന്ന് പറയാണ്. എന്നിട്ട് സച്ചി പറയാം നമുക്ക് ഈ വണ്ടിയൊന്നും പോരല്ലോ, അത് വേറെ വണ്ടി വേണ്ടേ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പം മഹേഷ് പറയാം ശരിയാ, 2 സൈഡിൽ ക്ലച്ചും ഒക്കെ ഉള്ള വണ്ടി വേണം, അത് കാരണം അത് നമുക്ക് ഒരെണ്ണം വാങ്ങണം എന്ന് പറയാം. അപ്പം സച്ചി പറയാം ശരി, അങ്ങനെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങിയേക്കാമെന്ന് പറയാം. അപ്പം മഹേഷ് പറയുന്നുണ്ട് അതൊക്കെ ശരി, എവിടെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അഡ്രസ്സ് വെക്കും? നിൻ്റെ വീട്ടിലെ അഡ്രസ്സ് തന്നെ വെക്കട്ടെ, അവിടെ ആകുമ്പം ആളുകൾ വന്നാൽ നമുക്ക് പഠിപ്പിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ. നിൻ്റെ വീട്ടിൽ ഒരുപാട് മുറ്റമൊക്കെ ഇല്ലേ എന്ന് മഹേഷ് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ മുറ്റമൊക്കെ ഉണ്ട്, പഠിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ എൻ്റെ അമ്മയുടെ പേരിലാണ് വീടുള്ളത്, അവിടെ ചെന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ചെന്നാലേ വരുന്ന ആൾക്കാരെ അമ്മ ചൂല് കണ്ടടിച്ച് ഓടിക്കും, അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയില്ലേ എന്ന് മഹേഷിനോട് ചോദിക്കുക. അപ്പം മഹേഷ് പറയുന്നുണ്ട് അറിയാം എൻ്റെ പൊന്നെ, എന്നാ വേണ്ട, എൻ്റെ വീട്ടിലെ അഡ്രസ്സ് വയ്ക്കായിരുന്നു, പക്ഷേ അവിടെ ഒരു രക്ഷയില്ല, അവിടെയാണെങ്കിൽ സ്ഥലവും ഇല്ല ഒന്നുമില്ല, പിന്നെ എങ്ങനെയാണ് അത് വയ്ക്കാമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം നോക്കാം, വേറെ എവിടെയെങ്കിലും അഡ്രസ്സ് വെച്ച് ചെയ്യാമോ എന്ന് ഞാൻ നോക്കാമെന്ന് പറയാം. അപ്പം മഹേഷ് പറയുന്നുണ്ട് ശരിയാ, നമുക്കേ രേവതി ചേച്ചിയുടെ പേരിൽ അങ്ങ് തുടങ്ങാം, രേവതി ചേച്ചിയുടെ പേരിൽ എന്ത് തുടങ്ങിയാലും നല്ല ഐശ്വര്യമാണ്, അതുകൊണ്ട് രേവതി ചേച്ചിയുടെ പേരിൽ നമുക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂൾ അങ്ങ് തുടങ്ങാമെന്ന് പറയണം. അങ്ങനെ സച്ചി വീട്ടിൽ ചെല്ലുമ്പം രേവതിയോട് പറയാം രേവതി ഒരു സന്തോഷ വാർത്തയുണ്ട്, ഞാനും മഹേഷും കൂടെ ഒരു നല്ല കാര്യം അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ രേവതി ചോദിക്കുക എന്ത് കാര്യം സച്ചിയേട്ടാ ഈ തീരുമാനിച്ചത്? അതെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചതെന്ന് പറയാം. അപ്പോൾ രേവതി പറയാം നന്നായല്ലോ, അങ്ങനെ ഓരോരോ കാര്യത്തിലും ഓരോ അടി മുന്നോട്ട് പോകണം, നമ്മൾ എപ്പോഴും ഓരോ രീതിയിൽ ഇരുന്നാൽ പോരല്ലോ സച്ചിയേട്ടാ,
ആദ്യമൊക്കെ ഞാൻ വെറുതെ മാല കെട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം എനിക്ക് ഫ്ലവർ ഡെക്കറേഷൻ്റെ ഒക്കെ ഓർഡർ കിട്ടി ഒന്നുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. സച്ചിയേട്ടൻ അധികം ഒരു വണ്ടിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 2 വണ്ടിയായി. ഇനിയിപ്പം ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുക. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം എന്ന് പറയുമ്പം സച്ചിൻ പറയാണ്, അതൊക്കെ ചെയ്യാം, പക്ഷേ എവിടെ ഇട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കും? എവിടുത്തെ അഡ്രസ്സ് വയ്ക്കും ഡ്രൈവിംഗ് സ്കൂളിന്? നിൻ്റെ പേര് തന്നെ വെക്കാമെന്ന് വെച്ചാൽ ഞാനിരിക്കുന്നത്. പക്ഷേ അഡ്രസ്സ് എവിടുത്തെ വെക്കും? ഇവിടുത്തെ വെക്കാൻ പറ്റുമോ? അമ്മ അത് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, അമ്മ ഒരിക്കലും അത് സമ്മതിച്ച് തരികയില്ല. പിന്നെ എവിടെ നമ്മൾ തുടങ്ങും? അതാ ഒരു കൺഫ്യൂഷൻ. മഹേഷിൻ്റെ വീട്ടിലാണെങ്കിലും സ്ഥലം ഒട്ടുമില്ല എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, എന്നാൽ എൻ്റെ വീട്ടിലെ വെക്കുക അഡ്രസ്സ്, അവിടെ തന്നെ നമുക്ക് പഠിപ്പിക്കാമെന്ന് പറയാം. അപ്പോൾ സച്ചി പറയും, ഓ വേണ്ട, അവിടെ വരെ ചെന്നെത്താൻ വലിയ പാടല്ലേ, ആളുകൾക്കൊക്കെ വരാനും ബുദ്ധിമുട്ടാവും, പിന്നെ നമുക്കും അവിടെ പോയി പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുകയല്ലേ. പിന്നെ അത് തന്നെയല്ല, പ്രായമായ അമ്മയും വിവാഹം കഴിയാത്ത ദേവും ഒക്കെ ഉള്ളതല്ലേ ആ വീട്ടിൽ. അവിടെ ആൾക്കാർ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് വരുമ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ പിന്നെ നാട്ടുകാർ അതും ഇതുമൊക്കെ പറയും. അതുകൊണ്ട് അവിടെ വെക്കണ്ട, നമുക്ക് ഇവിടെ തന്നെ പഠിപ്പിക്കാന്നേ. അമ്മ എതിർക്കുമ്പോഴല്ലേ, അപ്പം നമുക്ക് നോക്കാം. എന്തായാലും രേവതി, നിൻ്റെ പേരിലൊരു ഡ്രൈവിംഗ് സ്കൂൾ ഈ വീട്ടിൽ തന്നെ അങ്ങ് തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് കൂടി താങ്ങാൻ തയ്യാറായിട്ട് തന്നെ സച്ചിയേട്ടൻ ഇരുന്നോണമെന്ന് പറയാം. അതൊക്കെ നീ കണ്ടോണമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രേവതിയുടെ പേരിൽ സച്ചി ഒരു ഡ്രൈവിംഗ് സ്കൂൾ കൂടി തുടങ്ങുകയാണ്. ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഒക്കെ ഇത് കാണുമ്പോൾ അങ്ങ് അസൂയ മൂക്കുവാണ്. കാരണം വെച്ചടി കയറ്റാണല്ലോ രേവതിക്ക് സച്ചിക്കും ഉണ്ടാകുന്നത് എന്നോർത്തിട്ട് ചന്ദ്രയ്ക്ക് അങ്ങ് കണ്ണുകടി സഹിക്കാൻ മേല കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്